Here we are discussing the second module, radio program formats. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ടേംസ് ആണ് നോക്കാനുള്ളത്. റേഡിയോ പ്രോഗ്രാം ഫോർമാറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ആ പ്രോഗ്രാംസിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പാണ്, വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് റേഡിയോ പ്രോഗ്രാംസ്, അതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് റേഡിയോ ഡ്രാമ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് മലയാളം വേർഡ് പറയുകയാണെങ്കിൽ ശബ്ദരേഖ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഈ റേഡിയോ ഡ്രാമ എന്ന് പറയുന്നത്. റേഡിയോ ഡ്രാമ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് നെയിംസ്. ഓഡിയോ ഡ്രാമ, ഓഡിയോ പ്ലേ, റേഡിയോ തിയേറ്റർ എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. എനിവേ റേഡിയോ ഡ്രാമ ഈസ് എ ഡ്രമറ്റൈസ്ഡ് പ്യുവർലി അക്കോസ്റ്റിക് പെർഫോമൻസ് broadcast on radio or published on audio media such as tape or CD. ഇപ്പോൾ റേഡിയോ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഫോമാണ്. അപ്പോൾ എന്താണ് പ്യുവർലി അക്കോസ്റ്റിക് പെർഫോമൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്കോസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗണ്ട്. അപ്പോൾ ഒരു ഡ്രാമയെ അല്ലെങ്കിൽ അതിനെ ഒരു നാടകത്തെ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് പെർഫോമൻസിനെ നമ്മൾ സൗണ്ടിലൂടെ പെർഫോം ചെയ്യുന്നതിനെയാണ് റേഡിയോ ഡ്രാമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്യുവർലി അക്കോസ്റ്റിക് പെർഫോമൻസിനെ നമ്മൾ റേഡിയോ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഡിയോ മീഡിയ വഴി അല്ലേ, ശബ്ദം മാത്രം കൊടുക്കുന്ന മാധ്യമങ്ങൾ, അതായത് ടേപ്പ് റെക്കോർഡർ, ടേപ്പ് അല്ലെങ്കിൽ CD പോലെയുള്ള ഓഡിയോ മീഡിയ വഴിയോ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അക്കോസ്റ്റിക് പെർഫോമൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? റേഡിയോ ഡ്രാമ എന്ന് വിളിക്കാം. With no visual component, radio drama depends on dialogue, music and sound effects to help the listener imagine the characters and story. ഇപ്പോൾ നമുക്കറിയാം ശബ്ദരേഖ എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ വിഷ്വൽ ഇമേജസ് അല്ലേ, വിഷ്വൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻറ്റ്സ് നമുക്കവിടെ കാണാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ എവറിത്തിങ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഡയലോഗ്സ്, മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ്. ഓരോ കാര്യങ്ങളും റേഡിയോ ഡ്രാമയിൽ ഓരോ കാര്യങ്ങളും ഡയലോഗിലൂടെയും മ്യൂസിക്കിലൂടെയും അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സിലൂടെയുമാണ് കൺവേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺവേ ചെയ്തിട്ടാണ് ക്യാരക്ടറിനെ കുറിച്ചും സ്റ്റോറീനെ കുറിച്ചും നമ്മൾ അല്ലെങ്കിൽ കേൾവിക്കാർ ലിസണേഴ്സ് അതൊന്ന് ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ലിസണേഴ്സിൻ്റെ മനസ്സിൽ ആ ക്യാരക്ടറിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ കഥ എന്താണെന്നുള്ളതും അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുന്നത് ഇതുപോലെയുള്ള സൗണ്ട് ഇഫക്ട്സിലൂടെ ഡയലോഗ്സിലൂടെ ഒക്കെയാണ്. അപ്പോൾ അക്കോസ്റ്റിക് പെർഫോമൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ശബ്ദത്തിലൂടെ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു കഥയെ ആയിക്കോട്ടെ, ഒരു നാടകത്തെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് പതിപ്പിക്കുന്നത്. It is auditory in the physical dimension but equally powerful as a visual force in the psychological dimension. അപ്പോൾ ഇതൊരു പ്യുവർലി ഓഡിറ്ററി ഫോഴ്സാണ്. ഓഡിറ്ററി ആയിക്കോട്ടെ, അതിൻ്റെ ഫിസിക്കൽ ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓഡിറ്ററിയാണ്. അല്ലെങ്കിൽ ശബ്ദം മാത്രമേ അവിടെ ഇല്ലെങ്കിൽ പോലും ഇറ്റ് ഹാസ് എ സ്ട്രോങ് സൈക്കോളജിക്കൽ ഡയമെൻഷൻ. ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഓഡിയോ ഡ്രാമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയോ ഡ്രാമ എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തിലൂടെ ആശയങ്ങൾ എന്ത് ചെയ്യും? കൺവേ ചെയ്യും. The British Broadcasting Company began radio transmission in the UK in October 1922 on London-based station 2LO. അപ്പോൾ ശരിക്കും നിങ്ങൾ BBC എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ 2LO എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ അവർ ആദ്യമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇത് 1927 ഇത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC എന്നുള്ള പേരിലേക്ക് മാറിയത്. അപ്പോൾ എന്തായാലും ദ ട്രാൻസ്മിഷൻസ് വെൻ ഡെയിലി ഓൺ 14 November 1922. അപ്പോൾ ഒന്ന് റേഡിയോ ട്രാൻസ്മിഷൻ എല്ലാ ദിവസവും November 14th 1922 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ BBC വെബ്സൈറ്റ് സേസ് ദാറ്റ് മ്യൂസിക് ആൻഡ് ഡ്രാമ വർ പാർട്ട് ഓഫ് ദ ട്രാൻസ്മിഷൻസ് ഫ്രം ദ വെരി സ്റ്റാർട്ട്. അപ്പോൾ ഇവർ സംപ്രേഷണം തുടങ്ങിയ സമയം മുതൽ തന്നെ മ്യൂസിക്കും ഡ്രാമയും ഒരു പ്രധാനപ്പെട്ട രണ്ട് കണ്ടൻ്റ് ആയിരുന്നു ട്രാൻസ്മിഷൻ്റെ അല്ലെങ്കിൽ റേഡിയോ സംപ്രേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടൻസ് ആയിരുന്നു. Radio drama achieved widespread popularity within a decade of its initial development in 1920s. അപ്പോൾ 1920 തന്നെ ഈ റേഡിയോ ഡ്രാമ എന്ന് പറയുന്നതിന് വളരെയധികം പോപ്പുലാരിറ്റി ലഭിച്ചിരുന്നു. ബൈ ദ 1940s ഇറ്റ് വാസ് എ ലീഡിങ് ഇൻ്റർനാഷണൽ പോപ്പുലർ എൻ്റർടൈൻമെൻറ്റ്. 20 വർഷം കൊണ്ട് അത് ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പോപ്പുലർ എൻ്റർടൈൻമെൻറ്റായിട്ട് ഡെവലപ്പ് ചെയ്തു. With the advent of television in the 1950s, however, radio drama lost some of its popularity and in some countries has never regained large audiences. അപ്പോൾ എന്തായാലും 1950 ടെലിവിഷൻ ഇൻവെൻറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ആ ടെലിവിഷൻ്റെ വരവോടുകൂടി റേഡിയോയുടെ ഒരു സുവർണ്ണ കാലഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗോൾഡൻ ഏജ് കഴിഞ്ഞെങ്കിൽ പോലും സ്റ്റിൽ റേഡിയോയ്ക്ക് അല്ലെങ്കിൽ റേഡിയോ ഡ്രാമയ്ക്കൊക്കെ ഇപ്പോഴും
വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അതിനൊരു പ്രസക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ആസ് ഓഫ് 2012, റേഡിയോ ഡ്രാമ ഹാസ് എ മിനിമൽ പ്രസൻസ് ഓൺ ടെറസ്ട്രിയൽ റേഡിയോ ഇൻ ദ US. Much of American radio drama is restricted to the rebroadcast of podcast of programs from various previous decades. ഇപ്പോൾ ടെലിവിഷൻ വന്നതോടുകൂടി നമുക്കറിയാം നമ്മുടെ റേഡിയോയുടെ ഒരു പ്രാധാന്യം കുറഞ്ഞു. എന്നാലും ഇപ്പോഴും റേഡിയോ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട് അല്ലേ, റേഡിയോ സംപ്രേഷണം എന്ന് പറയുന്നത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പല രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും പഴയ പ്രോഗ്രാംസിൻ്റെ റീബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, പഴയ റേഡിയോ ഡ്രാമയുടെയൊക്കെ. അതായത് പണ്ടുള്ള നാടകങ്ങളും അവതരിപ്പിച്ച ശബ്ദരേഖകളൊക്കെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പുനരാവിഷ്കരിച്ച് വീണ്ടും അതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. The terms audio drama or audio theatre are sometimes used synonymously with radio drama, with one notable distinction. അപ്പോൾ ഈ റേഡിയോ ഡ്രാമ എന്ന വേർഡിനൊപ്പം തന്നെ ഓഡിയോ ഡ്രാമ അല്ലെങ്കിൽ ഓഡിയോ തിയേറ്റർ എന്ന് പറയുന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട് പകരമായിട്ട്. എന്നാലും there is one notable distinction and one notable difference between these two terms, audio drama and radio drama, or audio theatre and radio drama. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, ഓഡിയോ ഡ്രാമ ഓർ ഓഡിയോ തിയേറ്റർ ഈസ് നോട്ട് ഇൻറ്റൻറ്റഡ് സ്പെസിഫിക്കലി ഫോർ ബ്രോഡ്കാസ്റ്റ് ഓൺ റേഡിയോ. അപ്പോൾ ഓഡിയോ ഡ്രാമ എന്ന് പറയുന്നത് റേഡിയോയിലൂടെ മാത്രം സംപ്രേഷണം ചെയ്യാനുള്ള ഒന്നല്ല, പകരം അത് എന്താണ്, ക്യാൻ ബി ഫൗണ്ട് ഓൺ CDs, കാസറ്റ് ടേപ്സ്, പോഡ്കാസ്റ്റ്, വെബ്കാസ്റ്റ്, കൺവെൻഷണൽ ബ്രോഡ്കാസ്റ്റ് റേഡിയോ. അപ്പോൾ അത് റേഡിയോയിലൂടെയോ CD-കളിലൂടെയോ പോഡ്കാസ്റ്റായിട്ടോ വെബ്കാസ്റ്റായിട്ടോ ഒക്കെ നമുക്ക് ആ ശബ്ദത്തെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ചെയ്യും, ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നേരെ മറിച്ച് റേഡിയോ ഡ്രാമ ഈസ് ഇൻറ്റൻറ്റഡ് ഓൺലി ടു ട്രാൻസ്മിറ്റ് ത്രൂ റേഡിയോ. റേഡിയോയിലൂടെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് റേഡിയോ ഡ്രാമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നത് റേഡിയോ മ്യൂസിക് ആണ്. റേഡിയോ മ്യൂസിക് ഈസ് എ റേഡിയോ ഫോമാറ്റ് ഇൻ വിച്ച് മ്യൂസിക് ഈസ് ദ മെയിൻ ബ്രോഡ്കാസ്റ്റ് കണ്ടൻറ്റ്. അപ്പോൾ റേഡിയോ മ്യൂസിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ബ്രോഡ്കാസ്റ്റിംഗ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. ആഫ്റ്റർ ടെലിവിഷൻ റീപ്ലേസ്ഡ് ഓൾ ദി ടൈംസ് റേഡിയോസ് ഡ്രമാറ്റിക് കണ്ടൻറ്റ്, മ്യൂസിക് ഫോമാറ്റ്സ് ബിക്കെയിം ഡൊമിനൻറ്റ് ഇൻ മെനി കൺട്രീസ്. ഇപ്പോൾ ടിവിയുടെ വരവോടുകൂടി ആ ഒരു റേഡിയോയുടെ ഗോൾഡൻ ഏജ് കഴിഞ്ഞെങ്കിൽ പോലും ഈ മ്യൂസിക് ഫോർമാറ്റ് ഭയങ്കരമായിട്ട് പോപ്പുലറാണ്. അന്നും ഇന്നും സംഗീതം അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ റേഡിയോയിലൂടെയുള്ള പാട്ട് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. റേഡിയോ ഡ്രാമ ആൻഡ് കോമഡി കണ്ടിന്യൂ ഓഫൺ ഓൺ പബ്ലിക് റേഡിയോ. ഇപ്പോൾ റേഡിയോ ഡ്രാമയും അതുപോലെ തന്നെ കോമഡിയും ഇപ്പോഴും പബ്ലിക് റേഡിയോയിലൂടെ കണ്ടിന്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. മ്യൂസിക് ഡ്രൈവ്സ് റേഡിയോ ടെക്നോളജി. അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റാഗ്നേഷൻ പൊസിഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേറ്റ് ചെയ്ത ആ പൊസിഷനിൽ നിന്ന്, അതായത് TV വന്നു, റേഡിയോയുടെ പോപ്പുലാരിറ്റിയൊക്കെ കുറഞ്ഞു, ആ ഒരു പൊസിഷനിൽ നിന്ന് റേഡിയോനെ ഡ്രൈവ് ചെയ്തത്, മുന്നോട്ട് നയിച്ചത് മ്യൂസിക്കാണ്. ഇൻക്ലൂഡിങ് വൈഡ് ബാൻഡ് FM, മോഡേൺ ഡിജിറ്റൽ റേഡിയോ സിസ്റ്റംസ് സച്ച് ആസ് ഡിജിറ്റൽ റേഡിയോ മോണ്ടിയൽ ആൻഡ് ഈവൻ ദ റൈസ് ഓഫ് ഇൻ്റർനെറ്റ് റേഡിയോ ആൻഡ് മ്യൂസിക് സ്ട്രീമിംഗ് സർവീസസ്, അതായത് പാൻഡോറ, സ്പോട്ടിഫൈ പോലെയുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് റേഡിയോനെ ഈ മ്യൂസിക് മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഒന്ന് FM സ്റ്റേഷനുകളുടെ ഒരു വരവ്. ഇപ്പോഴും നമുക്കറിയാം റേഡിയോ മാംഗോ പോലെയുള്ള ഒരുപാട് FM സ്റ്റേഷൻസ് നമുക്കറിയാവുന്നതാണ്. എത്രത്തോളം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അറിയാം അല്ലേ. അപ്പോൾ അറ്റ് എ ടൈം ഇൻഫോർമേറ്റീവാണ്, അതേപോലെ തന്നെ എൻ്റർടൈനിങ്ങുമാണ്. പിന്നെ അതുപോലെ ഡിജിറ്റൽ റേഡിയോ സിസ്റ്റംസ് ഒക്കെ വന്നു, പിന്നെ ഇൻ്റർനെറ്റ് റേഡിയോ, പാൻഡോറ, സ്പോട്ടിഫൈ പോലെയുള്ള ഇൻ്റർനെറ്റ് റേഡിയോസൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് റേഡിയോയുടെ ആ നഷ്ടപ്രതാപത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച ഒരു ഫാക്ടറാണ്. When radio was the main form of entertainment, regular programming, mostly stories and variety shows, was the norm. ഇപ്പോൾ റേഡിയോയിലൂടെ മറ്റ് പ്രോഗ്രാംസും സ്റ്റോറീസും പോലെയുള്ള കാര്യങ്ങളൊക്കെ, വെറൈറ്റി ഷോസൊക്കെ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. ഇഫ് ദർ വാസ് മ്യൂസിക്, ഇറ്റ് വാസ് നോർമലി എ ലൈവ് കൺസേർട്ട് ഓർ പാർട്ട് ഓഫ് വെറൈറ്റി ഷോ. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇതിൽ മ്യൂസിക് എന്ന് പറയുന്നത് FM സ്റ്റേഷനൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒന്നെങ്കിൽ അതൊരു ലൈവ് കൺസേർട്ടായിരിക്കും, അത് ലൈവായിട്ട് പാട്ടുകൾ കേൾപ്പിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കും, അല്ലെങ്കിൽ പാർട്ട് ഓഫ് വെറൈറ്റി ഷോ, ഏതെങ്കിലും ഒരു ഷോയുടെ ഭാഗമായിട്ടായിരിക്കും മ്യൂസിക് അവതരിപ്പിക്കുക. ബാക്ക് സ്റ്റേജ് സൗണ്ട് എഞ്ചിനീയേഴ്സ് ഹു ജോക്കി ഡിസ്ക് ഫ്രം വൺ turntable to another to keep up with the live programming were often called disc jockeys. അപ്പോൾ ആദ്യമൊക്കെ റേഡിയോയിൽ പ്രോഗ്രാമിനിടയ്ക്ക് പാട്ടുകൾ അല്ലെങ്കിൽ മ്യൂസിക് ഷോസ് ചെയ്തിരുന്നവരെ ഡിസ്ക് ജോക്കീസ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് റേഡിയോ ജോക്കീസ് പരിചയം ഉണ്ടാവും. ഇതിൻ്റെ ഒരു പഴയൊരു ഫോമുള്ള ഡിസ്ക് ജോക്കീസ് എന്ന് പറഞ്ഞെങ്കിൽ DG എന്ന് പറയുന്നത്
With the mass production and popularity of records in the mid-1940s, as well as the birth of TV, it was discovered that a show was needed to simply play records and hire a disc jockey to host the program. ഇപ്പോൾ ടി വി വന്നതോടുകൂടി എൻ്റെ ഈ ഡിസ്ക് ജോക്കി എന്ന് പറയുന്നയാൾ ഒരു പ്രോഗ്രാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രവർത്തിക്കേണ്ടയാളല്ല, ഹി ഹാസ് ടു കം ഫോർവേഡ് എന്ന് പറഞ്ഞൊരു ഐഡിയ വന്നു. അങ്ങനെ ഈ ഡിസ്ക് ജോക്കീസ് പിന്നെ ഡിക്ക് ക്ലാർക്ക് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. DJs DC എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അതേഴ്സ് ഫോളോഡ് സ്യൂട്ട് ആൻഡ് ടുഡേ മ്യൂസിക് റേഡിയോ ഈസ് ദ മോസ്റ്റ് ന്യൂമറസ് ഫോമാറ്റ്. അപ്പോൾ എന്തായാലും മ്യൂസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത്രയധികം ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നത് റേഡിയോ ടോക്സ് ആണ്. റേഡിയോ ടോക്ക് ഷോസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് സെൻറ്റർഡ് പ്രൈമർലി ഓൺ കോൺവെർസേഷണൽ സ്പീച്ച്. ഒരു സംഭാഷണ രീതിയിലുള്ള ഒരു ടോക്കാണ്, ഒരു കോൺവെർസേഷണൽ സ്പീച്ചാണ് റേഡിയോ ടോക്ക് എന്ന് പറയുന്നത്. They encompass numerous discourse, genres and formats ranging from political diatribes to highly interactive exchanges with members of the listening audience. അതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ തുടങ്ങി പബ്ലിക്കിന് താല്പര്യമുള്ള പല ടോപ്പിക്സിലേക്കും ഈ പറയുന്ന ഒരു റേഡിയോ ടോക്സ് കടന്നു വരുന്നുണ്ട്. മെനി ടോക്ക് ഷോസ് ഹാവ് ഹൈബ്രിഡ് ഫോമാറ്റ്സ് ഫീച്ചറിങ് മ്യൂസിക്, സൗണ്ട് ഇഫക്ട്സ് ആൻഡ് ന്യൂസ് interspersed with interviews, debates, social and political commentary, religious exegesis, medical advice, therapeutic discourse, question and answer sessions, sports fan exchanges and storytelling. അപ്പോൾ ഇത് റേഡിയോ ടോക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പലപ്പോഴും അതൊരു ഹൈബ്രിഡ് ഫോമാറ്റ് ഓഫ് ഫീച്ചറിങ് മ്യൂസിക്കാണ്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫോമാറ്റാണ്. അതായത് പ്രോഗ്രാമിനിടയ്ക്ക് എന്താ പറയേണ്ടത്, മ്യൂസിക് ഇട്ട് കൊടുത്ത് പാട്ടുകൾ ഇട്ട് കൊടുത്ത് നമ്മൾ പരിചയമുള്ളൊരു കാര്യമാണ്. ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിടയ്ക്ക് ഒന്ന് 2-3 പാട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നൊരു ഇത്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്ത് വേണമല്ലോ, ആ ഒരു ടോക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിബേറ്റ് വരെ ആകാം, മെഡിക്കൽ അഡ്വൈസ് ആവാം. നമ്മൾ FM ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. Talk shows are typically hosted by a single radio personality, usually positioned as an expert in some area. ഇപ്പോൾ ടോക്ക് ഷോസ് സാധാരണ കണ്ടക്ട് ചെയ്യുന്നത് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും, ഒരു സിംഗിൾ റേഡിയോ പേഴ്സണാലിറ്റി ആയിരിക്കും. Many also feature occasional guests who are interviewed, as well as 1 or 2 regular interlocutors who assist the host. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അവർക്ക് ഗസ്റ്റ് ഉണ്ടാവാം, അതർവൈസ് എന്താണ് സ്ഥിരം പറയുന്ന അല്ലെങ്കിൽ സ്ഥിരം ആ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവും. 1-2 പേരൊക്കെ കമ്പൈനായിട്ട് ചെയ്യുന്നതും ഉണ്ടാവും. ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ഈസ് യൂഷ്വലി മേജർ ഫീച്ചർ ഓഫ് ടോക്ക് റേഡിയോ ഷോസ് വേൾഡ് വൈഡ്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനാണ്. ഇപ്പോൾ ഒരു ഫോണിംഗ് പ്രോഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാലിക പ്രസക്തിയുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഷോ നടക്കുകയാണ് അല്ലെങ്കിൽ ടോക്ക് നടക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പം ഓഡിയൻസിന് അല്ലെങ്കിൽ പബ്ലിക്കിന് അഭിപ്രായം പറയാനുള്ള, ഒപ്പീനിയൻ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി റേഡിയോ ടോക്സിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം കൂടിയുണ്ട്. ഒരു ഫോൺ വഴിയൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയലുണ്ട്. ദ പ്ലേസ് ഓഫ് talk radio in non-Western nations parallels the role of talk radio in the Western nations. It is a relatively new area of exploration that merits more in-depth research. അപ്പോൾ എന്തായാലും വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് റേഡിയോ ടോക്ക് എന്ന് പറയുന്നത്, ടോക്ക് റേഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റേഡിയോ ഡിസ്കഷനാണ്. റേഡിയോ ടോക്ക് പോലെ തന്നെയുള്ള മറ്റൊരു സംഭവമാണ് റേഡിയോ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഡിസ്കഷൻ പ്രോഗ്രാംസ് ഹാവ് ബീൻ എ ബിഗ് പാർട്ട് ഓഫ് ടോക്ക് റേഡിയോ എവർ സിൻസ് ദ വെരി ഏർലിയസ്റ്റ് ബ്രോഡ്കാസ്റ്റ്. അപ്പോൾ ഈ ഡിസ്കഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ആദ്യം മുതൽ പണ്ട് മുതലേ തന്നെയുള്ളൊരു കാര്യമാണ്. ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കൂടെ തുടങ്ങിയപ്പോൾ മുതലുള്ളൊരു കാര്യമാണ് റേഡിയോ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ദ പേർപ്പസ് ഓഫ് എ ഡിസ്കഷൻ പ്രോഗ്രാം ഈസ് ടു ഇൻഫോം ദ ലിസണിങ് അബൌട്ട് ടോപ്പിക് ഓർ അറ്റ്ലീസ്റ്റ് ദ വ്യൂ പോയിൻറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഇൻവോൾവ് വിത്ത് ദ ഡിസ്കഷൻ. അപ്പോൾ ഈ ഡിസ്കഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ജനങ്ങളിലേക്ക് ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ലിസണറിനെ ഇൻഫോം ചെയ്യുക, അതുവഴി അവരുടെ ഒരു അഭിപ്രായം രൂപീകരിച്ചെടുക്കുക എന്നതാണ്. നമുക്കറിയാം ഏതൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ ആയിക്കോട്ടെ, ഏതൊരു മീഡിയ ആയിക്കോട്ടെ, അതിനൊരു പർപ്പസ് എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പർപ്പസാണ്. അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻഫോം ചെയ്യുക എന്നുള്ളൊരു പർപ്പസ് അവിടെ വരുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ തന്നെയാണ്. Discussion shows have a number of similarities to interviews but tend to be less scripted and structured. ഇപ്പോൾ ഡിസ്കഷൻ ഷോയും ഇൻ്റർവ്യൂസും തമ്മിലൊരു സിമിലാരിറ്റീസൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ആൾ മാത്രമായിരിക്കില്ല, ഒന്നിലധികം മറ്റൊരു വ്യക്തിയും കൂടെ ഉണ്ടാവും അല്ലേ. ഇൻ്റർവ്യൂ നമുക്കറിയാം ഒരു വ്യക്തിയല്ല, ഇൻ്റർവ്യൂവർ ഉണ്ടാവും, ഇൻ്റർവ്യൂയി ഉണ്ടാവും.
അപ്പോൾ രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ നമുക്കവിടെ കേൾക്കാനായിട്ട് പറ്റും. എന്തായാലും ഒരു ഇൻ്റർവ്യൂ പോലെ അത്രയും സ്ട്രക്ചേർഡ് അല്ല. നമുക്കൊരു ഇൻ്റർവ്യൂ നടത്തണമെങ്കിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് പ്രീ പ്ലാനിങ്സ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻസ് ആർ നീഡഡ് അല്ലേ. ഒരുപാട് പ്രിപ്പറേഷൻസും പ്ലാനിങ്സും ഒക്കെ വേണം. പക്ഷേ ഇവിടെ അത്രയധികം സ്ട്രക്ചേർഡ് അല്ല, അല്ലെങ്കിൽ അത്രയധികം പ്ലാൻഡ് അല്ല, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. Discussion shows frequently engage the audience via live telephone calls or email or tweet questions or views. അപ്പോൾ ഇവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്കഷനിൽ പബ്ലിക് ഇൻഫ്ലുവൻസിന് അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയന് പ്രാധാന്യമുണ്ട്. ലൈവ് ടെലിഫോൺ കോൾസ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ട്വീറ്റ് വഴിയോ ഒക്കെ പബ്ലിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അവർക്ക് ആശയങ്ങൾ പറയാനും അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. റണ്ണിങ് എ റേഡിയോ ഡിസ്കഷൻ പ്രോഗ്രാം ക്യാൻ ബി എ ചലഞ്ച് ബട്ട് ദ റിവാർഡ് ഈസ് ഓഫൺ എൻഗേജിങ്. അപ്പോൾ ഇതുപോലൊരു റേഡിയോ ഡിസ്കഷൻ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ളൊരു ഡിസ്കഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. എന്നാലും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെയധികം രസമുള്ളതും ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായാലും നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റേഡിയോ ഫീച്ചറാണ്. റേഡിയോ ഫീച്ചറിൻ്റെ മറ്റൊരു പേരാണ് റേഡിയോ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയോ ഡോക്യുമെൻ്ററി ഈസ് എ സ്പോക്കൺ വേർഡ് റേഡിയോ ഫോമാറ്റ് ഡിവോട്ടഡ് ടു നോൺ ഫിക്ഷൻ നറേറ്റീവ്. എന്താണ് നോൺ ഫിക്ഷൻ നറേറ്റീവ്? നമുക്ക് ഫിക്ഷൻ അല്ലാത്ത കാര്യങ്ങൾ അറിയാം. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാങ്കല്പികമാണ് അല്ലേ, കഥ പോലെയുള്ള കാര്യങ്ങൾ. നമുക്ക് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് ശരിക്കുമുള്ളൊരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനെയാണ് നമ്മൾ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഡോക്യുമെൻ്ററീസ് കണ്ടിട്ടുണ്ടോ? എന്തായാലും റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു കാര്യമായിരിക്കും ഡോക്യുമെൻ്ററി എന്ന് പറയുക. അപ്പോൾ റേഡിയോ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്. ഒരു കാര്യത്തെക്കുറിച്ച്, യഥാർത്ഥമായ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളത് ഡോക്യുമെൻ്റൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ നമ്മളവിടെ രേഖപ്പെടുത്തുകയാണ്. ഇറ്റ് ഈസ് എ ബ്രോഡ്കാസ്റ്റ് ഓൺ റേഡിയോ ആസ് വെൽ ആസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ മീഡിയ സച്ച് ആസ് ടേപ്പ്, CD ആൻഡ് പോഡ്കാസ്റ്റ്. ഇപ്പോൾ റേഡിയോയിൽ മാത്രമല്ല ടേപ്പിലും CD-യിലും പോഡ്കാസ്റ്റിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സുപരിചിതം എന്ന് പറയുന്നത് എന്താണ്, TV-യിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബ് പോലുള്ള ചാനൽ കാണുന്ന ഡോക്യുമെൻ്ററീസ് ആയിരിക്കും. പക്ഷേ റേഡിയോ ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. A radio documentary or feature covers a topic in depth from one or more perspectives, often featuring interviews, commentary and sound pictures. അപ്പോൾ ഒരു റേഡിയോ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിൻ്റെ ഇൻഡെപ്തായിട്ട് കവർ ചെയ്യും, വളരെയധികം ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തും, ഒന്നിലധികം കാഴ്ചപ്പാടുകൾ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഫോം ചെയ്യും. അതിൽ ഇൻ്റർവ്യൂസ് ഉണ്ടാവും, കമൻട്രി ഉണ്ടാവും, സൗണ്ട് പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ത്രൂ സൗണ്ടിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ വാക്കുകളിലൂടെ ആയിരിക്കും നമ്മളൊരു ഈ റേഡിയോ ഡോക്യുമെൻ്ററി നമ്മളത് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം TV-യിലാണെങ്കിൽ നമുക്ക് പല പിക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ റേഡിയോയിൽ ആ കാഴ്ച പോസിബിൾ അല്ലാത്തതുകൊണ്ട് ആ കാഴ്ച നമുക്ക് സാധ്യമാകുന്നത് വാക്കുകളിലൂടെയാണ്. എ റേഡിയോ ഫീച്ചർ മേ ഇൻക്ലൂഡ് ഒറിജിനൽ മ്യൂസിക് കോമ്പോസിഷൻസ് ആൻഡ് ക്രിയേറ്റീവ് സൗണ്ട് ഡിസൈൻ ഓർ ക്യാൻ റിസെമ്പിൾ ട്രഡീഷണൽ ജേർണലിസ്റ്റിക് റേഡിയോ റിപ്പോർട്ടിംഗ് ബട്ട് കവറിങ് ആൻ ഇഷ്യൂ ഇൻ ഗ്രേറ്റർ ഡെപ്ത്. ഇപ്പോൾ സാധാരണ ഒരു റേഡിയോ റിപ്പോർട്ടിംഗ് പോലെ തന്നെ, ജേർണലിസ്റ്റിക് റിപ്പോർട്ടിംഗ് പോലെ തന്നെയാണ് ഈ പറയുന്ന റേഡിയോ ഡോക്യുമെൻ്ററി എങ്കിൽ പോലും ഒരുപാട് ഒരു റിപ്പോർട്ടിങ്ങിൽ കവിഞ്ഞ് ഏത് വിഷയത്തെയാണോ ഏത് സബ്ജക്റ്റിനെയാണോ ഡീൽ ചെയ്യുന്നത് ആ ഒരു സബ്ജക്റ്റിനെ വളരെ ആഴത്തിൽ, വളരെ ഡീപ്പായിട്ട്, ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റേഡിയോ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ജോലിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യം, ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ളൊരു വഴിയാണ് റേഡിയോ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയോ ഈസ് ഓഫൺ കൺസിഡേർഡ് ദ മീഡിയം വിച്ച് ഫിറ്റ്സ് മോസ്റ്റ് കംഫർട്ടബിളി വിത്ത് അക്കാഡമിക് ഡിസ്കഷൻ. ഇപ്പോൾ ഒരു അക്കാഡമിക് ഡിസ്കഷന് പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മീഡിയം ആണ് എന്തെന്ന് പറയുന്നത്, റേഡിയോ എന്ന് പറയുന്നത്. A radio interview generally offers a wider scope to discuss your field than a TV interview. You probably feel comfortable expressing yourself through words and language. അപ്പോൾ ഇവിടെ പറയുന്നത് കമ്പാരിറ്റീവ്ലി നമ്മളൊരു ടെലിവിഷൻ ഇൻ്റർവ്യൂവിനേക്കാളും കുറച്ചുകൂടെ കംഫർട്ടബിളാണ് റേഡിയോ ഇൻ്റർവ്യൂ എന്നാണ് പറയുന്നത്. കാരണം നമ്മളൊരു ടെലിവിഷൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ നമ്മളെ വ്യൂ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് എന്തായാലും മനസ്സിലുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളൊരു നെർവസ്നെസ് ഇവിടെ വരുന്നില്ല. പകരം നമ്മുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും.
യു പ്രോബബ്ലി ഫീൽ കംഫർട്ടബിൾ എക്സ്പ്രസിങ് യുവർ സെൽഫ്. അപ്പോൾ പിന്നെ പറയുന്നൊരു കാര്യം വെച്ചാൽ റേഡിയോ ഇൻ്റർവ്യൂസ് ക്യാൻ ഐദർ ടേക്ക് പ്ലേസ് ഇൻ ദ സ്റ്റുഡിയോ ഓർ ഓവർ ദ ഫോൺ. അപ്പോൾ ടെലിവിഷൻ, ഈ റേഡിയോ ആയിക്കോട്ടെ, ഇതിപ്പോൾ ടെലിവിഷൻ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഒന്നെങ്കിൽ സ്റ്റുഡിയോയിൽ വെച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യലുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് കണ്ടക്ട് ചെയ്യലുണ്ട് ടി വി ഫോമാറ്റിലാകുമ്പോൾ. പക്ഷേ റേഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ സ്റ്റുഡിയോയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോണിങ് ഇൻ്റർവ്യൂ ആയിരിക്കും. ഓക്കെ, ഫോൺ വഴി സംസാരിച്ച് ഒരാളോട് സംസാരിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. പിന്നെ ഈ സ്റ്റുഡിയോ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. FM സ്റ്റേഷൻസിൽ നടത്തുന്ന ഇൻ്റർവ്യൂസ്, സെലിബ്രിറ്റീസുമായിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂസ് എല്ലാം കുറേയൊക്കെ സ്റ്റുഡിയോ ഇൻ്റർവ്യൂ ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫീൽ വെൽ പ്രിപ്പയർഡ് ബിഫോർ സെറ്റിംഗ് സ്റ്റെപ്പ് ഇൻ ദ സ്റ്റുഡിയോ ഓർ ബിഫോർ ദ ഫോൺ റിങ്സ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വെദർ ഇൻ ദ സ്റ്റുഡിയോ ഇൻ്റർവ്യൂ, ഇൻ ദ കേസ് ഓഫ് സ്റ്റുഡിയോ ഇൻ്റർവ്യൂ ഓർ ദ കേസ് ഓഫ് ഫോൺ ഇൻ്റർവ്യൂ, രണ്ടും ആയിക്കോട്ടെ, എന്തായാലും ഇൻ്റർവ്യൂവിന് വളരെയധികം പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമുക്ക് പെട്ടെന്ന് ചാടിക്കയറി എന്തൊക്കെയോ ചോദിക്കാൻ പറ്റുകയില്ല. കാരണം ദർ ഈസ് എ ടൈം ലിമിറ്റ്, ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ടാവും. ആ വിത്തിൻ ദ ടൈം ലിമിറ്റ് വി ഹാവ് ടു ബ്രിങ് ഔട്ട് ദ മാക്സിമം ഡീറ്റെയിൽസ്. അതും എങ്ങനെയുള്ള ഡീറ്റെയിൽസാണ്? ഓഡിയൻസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കേണ്ടത്. കാരണം ഒരു മീഡിയ പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ആരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം? ഓഡിയൻസിൻ്റെ അല്ലെങ്കിൽ റീഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കണം. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളിലൂടെ അവരിലേക്ക് എത്തേണ്ടത്, നമ്മൾ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ ചോദിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് ആയിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് വൺ റേഡിയോ കമൻട്രിയാണ്. നിങ്ങൾക്കറിയാം കമൻട്രി എന്ന് പറയുന്നത് എന്താണ്? ദൃക്സാക്ഷി വിവരണം നമ്മൾ പറയല്ലേ. ഇപ്പം നമ്മൾ ക്രിക്കറ്റിൻ്റെയൊക്കെ കമൻട്രി നമ്മൾ കാണലുള്ളതാണ്. അപ്പോൾ ഇവിടെ കമൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഇവൻറ്റ് ദാറ്റ് ഇസ് ബ്രോഡ്കാസ്റ്റ് ഓൺ റേഡിയോ ഓർ ടെലിവിഷൻ വൈൽ ദ ഇവൻറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ്. ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആ ഒരു ഇൻസിഡൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്, പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അത് റേഡിയോയിലൂടെയോ ടി വിയിലൂടെയോ അതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ്, ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് റേഡിയോ കമൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു റേഡിയോയുടെ കേസിൽ വരുമ്പം അതൊരു റേഡിയോ കമൻട്രി ആയിരിക്കും. നിങ്ങളത് എത്രത്തോളം പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് കാലം മുമ്പൊക്കെ ഈ വള്ളംകളിയുടെയൊക്കെ കമൻട്രി, റേഡിയോ കമൻട്രി നമുക്ക് സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ റേഡിയോ കമൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ കമൻട്രി ഓവർ റേഡിയോ, അതുപോലെ ടെലിവിഷനിലും ഈ പറയുന്ന കമൻട്രി ഉണ്ട്. ക്രിക്കറ്റ് കമൻട്രീസ് എക്സാമ്പിൾസാണ്.